ഹായ് എവരിവൺ, ഞാൻ ഗോപിക കൃഷ്ണൻ. മഹാത്മാഗാന്ധി സർവകലാശാലയിലെ സ്കൂൾ ഓഫ് പെഡഗോഗിക്കൽ സയൻസിലെ ഗവേഷണ വിദ്യാർത്ഥിയാണ്. കോംപ്രിഹെൻസീവ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ അഥവാ സമഗ്ര ലൈംഗിക വിദ്യാഭ്യാസത്തിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ജെൻഡർ റോളുകളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. റിയ, ഈ ഇൻസ്റ്റഗ്രാം റീൽ ഒന്ന് കണ്ടു നോക്കിക്കേ. ആണായാൽ കരയല്ലേ, പെണ്ണായാൽ കുനിയല്ലേ, ആരുണ്ടാക്കി ജെൻഡർ റോൾസ്. ആണായാൽ തളരല്ലേ, പെണ്ണായാൽ വളരല്ലേ, ആരുണ്ടാക്കി ജെൻഡർ റോൾസ്. വിഷമം വന്നാൽ നീ കടിച്ചമർത്തണം, ആരോടും പറയാതെ പിടിച്ചു നിർത്തണം. 28 വയസ്സിനുള്ളിൽ സ്വന്തം വീടും ജോലിയും കാറും നേടണം, നീ ഒരു ആണല്ലേ. ഹേയ്, 21 നീ ഉടനടി കെട്ടണം, ഭർത്താവ് പറയുന്ന കേട്ട് നീ ജീവിക്കണം. ഫ്രണ്ട്സിന്റെ ഒപ്പം ടൂറ് വേണ്ട, ഭർത്താവിന്റെ ഒപ്പം എവിടെ വേണേലും പൊയ്ക്കോ, നീ പെണ്ണല്ലേ. ഹേയ്, ആണായാൽ ഒരിക്കലും അടുക്കള കേറല്ലേ, സ്വന്തം ഡ്രസ് പോലും അറിയാതെ കഴുകല്ലേ, അതെല്ലാം പെണ്ണുങ്ങടെ ജോലിയല്ലേ മോനെ, നീ ചെയ്യല്ലേ, നീ ഒരു ആണല്ലേ. ഹേയ്, ആണുങ്ങളെ പോലെ തന്റെ ഇടമാവല്ലേ, 6:30 PM വരെ കറങ്ങി നടക്കല്ലേ, ഇഷ്ടമുള്ള ഡ്രസ് ഇടല്ലേ, കയ്യും കാലും കാണിക്കല്ലേ മോളെ, നീ ഒരു പെണ്ണല്ലേ. ഹേയ്, ആണായാൽ കരയല്ലേ, പെണ്ണായാൽ കുനിയല്ലേ, ആണായാൽ തളരല്ലേ, പെണ്ണായാൽ വളരല്ലേ. ഏതാണ് ഉണ്ടാക്കി നിയമങ്ങളൊക്കെ? ഈ പറയുന്നതൊക്കെ സമൂഹം കൊണ്ടുവന്നിട്ടുള്ള ഓരോ രീതികളാണ്. പെൺകുട്ടികളായാൽ ഇങ്ങനെ ഡ്രസ് ചെയ്യാവൂ, ഇങ്ങനെ പെരുമാറാൻ പാടുള്ളൂ എന്നൊക്കെയുള്ളത് സമൂഹം പറഞ്ഞു വച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതിനെയാണ് ജെൻഡർ റോൾസ് എന്ന് പറയുന്നത്. ജെൻഡർ റോൾസ് ആർ ഹൗ വി ആർ എക്സ്പെക്റ്റഡ് ടു ആക്ട്, സ്പീക്ക്, ഡ്രസ് ആൻഡ് കണ്ടക്ട് ourselves based upon our assigned gender. ഉദാഹരണത്തിന് ഈ പരസ്യചിത്രങ്ങളൊന്ന് നോക്കൂ. ബാത്റൂം വൃത്തിയാക്കുന്നതും തുണി അലക്കുന്നതും സോപ്പിൻ്റെയും പാത്രം കഴുകുന്നതിൻ്റെയും പരസ്യങ്ങളിൽ സ്ത്രീകളെയല്ലേ അഭിനയിപ്പിച്ചിരിക്കുന്നത്? പുരുഷന്മാരോ വണ്ടികളുടെയും ഫോണുകളുടെയും ഒക്കെ പരസ്യത്തിലും. അപ്പോൾ ഇതിൽ നിന്നും എന്താണ് മനസ്സിലായത് റിയയ്ക്ക്? അതെ ടീച്ചർ, ഞാൻ ഇപ്പോഴാണ് ഇതെല്ലാം ശ്രദ്ധിച്ചത്. അതെ, ഇതൊക്കെ നമ്മുടെ സമൂഹം ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുന്ന ഓരോ കാര്യങ്ങളാണ്. എന്നാൽ നമ്മുടെ കേരളത്തിലെ പോലെയല്ല ബാക്കിയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും, ഇനി ഇന്ത്യയിലെ പോലെയല്ല മറ്റുള്ള രാജ്യങ്ങളിലും. ഓരോ രാജ്യത്തെയോ അല്ലെങ്കിൽ പ്രദേശത്തെയോ ആളുകൾക്കനുസരിച്ച് ഇതിലൊക്കെ മാറ്റം വരും. നമ്മുടെ കേരളത്തിലെ ആളുകളുടെ ചിന്താഗതികൾ വേർതിരിച്ച് പറയാം. ഇതൊക്കെ സമൂഹം നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും അനുസരിക്കേണ്ട ഒരു കാര്യവുമില്ല. ഇതൊന്നും ശരിയായ കാര്യങ്ങളുമല്ല. ഇതൊക്കെ തെറ്റാണ് എന്ന് റിയയ്ക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. പുരുഷന്മാരെ പറ്റി സാധാരണ പറയാറില്ലേ, പുരുഷന്മാർ കരയാറില്ല, പുരുഷന്മാർക്ക് കുഞ്ഞുങ്ങളെ നോക്കി വളർത്താൻ കഴിയില്ല, പുരുഷന്മാരാണ് മികച്ച ഡ്രൈവർമാർ, പുരുഷന്മാർക്ക് മാത്രമേ വണ്ടികളൊക്കെ ശരിയാക്കാൻ കഴിയൂ, പുരുഷന്മാർ വളരെ ദേഷ്യമുള്ളവരാണ്, പുരുഷന്മാരാണ് ജോലി ചെയ്ത് കുടുംബം നോക്കേണ്ടത് എന്നൊക്കെ. ഇനി സ്ത്രീകളെക്കുറിച്ച് സമൂഹം പറയുന്ന കാര്യങ്ങളോ? അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യാനും ക്ലീനിങ് ജോലികളും സ്ത്രീകളുടേത് മാത്രമാണെന്നും, കുട്ടികളെ നോക്കേണ്ടത് സ്ത്രീയുടെ ഉത്തരവാദിത്തമാണെന്നും, സ്ത്രീകൾ ദേഷ്യപ്പെടാൻ പാടില്ല, സ്ത്രീകൾ മാത്രമേ കരയാൻ പാടുള്ളൂ, സ്ത്രീകൾക്ക് ഒരുപാട് സംസാരിക്കാം. ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ജെൻഡർ റോളുകളാണ്. ഇതിനെതിരെ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ടീച്ചർ ആദ്യം കാണിച്ച പാട്ടുകളില്ലേ, ഇതൊക്കെ ജെൻഡർ റോൾസിന് എതിരെയുള്ള പോരാട്ടങ്ങളാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിലും മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പഴയ ടെക്സ്റ്റ് ബുക്കിലെ ഈ ചിത്രം ഒന്ന് കണ്ടു നോക്കിക്കേ. ഇനി പുതിയ ടെക്സ്റ്റ് ബുക്കിലെ ഈ ചിത്രം നോക്കിക്കേ. ഈ മാറ്റം ശ്രദ്ധിച്ചോ? ഇതുപോലെ സിനിമയിലും പരസ്യങ്ങളിലുമെല്ലാം മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം റിയയ്ക്ക് പറഞ്ഞു തന്നത് ഇനി ഇതുപോലെയുള്ള കാര്യങ്ങൾ ആരെങ്കിലും പറയുമ്പോൾ അവരെ തിരുത്തി ശരിയായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ്. എല്ലാ ജെൻഡറിലുള്ളവരും തുല്യരാണ്. ഓരോ ആളുകൾക്കും പ്രത്യേകമായി ഒന്നും തന്നെയില്ല.
നമുക്കിതിനെ ജെൻഡർ ഇക്വാളിറ്റി എന്ന് പറയാം. താങ്ക് യു ടീച്ചർ.